നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഖത്തറിലെ ബുക്കേർ എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു ഫാമാണ് ഇത്. ഇവിടെ ഫിഷ് ബ്രീഡിങ്, അതേപോലെ തന്നെ പൗൾട്രി ബ്രീഡിങ്, അതായത് കോഴി, തത്ത, അതുപോലുള്ള ഒറിക്സ്, എമു എല്ലാത്തിൻ്റെ ബ്രീഡിംഗ് ഉണ്ട്. അതേപോലെ തന്നെ മാന്, ആട്. കാണുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട എൻട്രൻസ്. ഇവിടെ വരാൻ പെർമിഷൻ വേണം. ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ്, ഈ ഒരു ഏരിയ ലൊക്കേഷനും ഇവിടുത്തെ വരാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട എൻട്രൻസ്. കയറി വന്നാൽ പിന്നെ ആദ്യം കാണുന്നത് 2 പ്രാവുകളാണ്. ഒന്ന് ഇവിടെയും അതേപോലെ ഇവിടെയും. പേരെന്താ? രണ്ടും നമ്മുടെ ഫാൻസി പ്രാവുകളാണ്. പിന്നെ ഗോൾഡ് ഫിഷും ഗൗറാമിയാണ് ഇവിടെ ഉള്ളത് ഫസ്റ്റത്തെ പോണ്ടിൽ. ഇതും ബ്രീഡിംഗ് ആണ്. ഇതാണ് അതിൻ്റെ പാരൻസ് ഒക്കെ ഇവിടെയാണ് വരുന്നത്, കുറച്ചുകൂടി വലിയതൊക്കെ. പിന്നെ ഇവിടെയാണ് നമ്മളുടെ കോയ് ഫിഷ് വരുന്നത്. കോയ് ഫിഷും ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതേപോലെ നമ്മളുടെ ഷാർക്ക്, ആൽബൈനോ ഷാർക്ക് എല്ലാം ഉള്ളത് ഈ ഒരു പോണ്ടിലാണ്. ഇപ്പം എല്ലാവരും വെള്ളത്തിൻ്റെ അടിയിലുള്ളത്. പിന്നെ ഈ സൈഡിലുള്ളത് ഫൈറ്റർ ഫിഷാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഫൈറ്റർ ഫിഷാണ് ഈ ഇരു ഭാഗത്തുള്ളത്. അതോടൊപ്പം തന്നെ ഗോൾഡ് ഫിഷും ഉണ്ട്. പക്ഷെ ഇത് അത്യാവശ്യം നല്ല സൈസായ മീനുകളാണ് ഈ ഭാഗത്ത്. കോയ് ഫിഷും ഗോറാമിയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. നമ്മളുടെ സിൽവർ ഗോറാമിയും പിന്നെ ആൽബൈന ഗോറാമിയാണ് ഇവിടെ ഉള്ളത്. ഇപ്പുറത്ത് കാണുന്ന മൊത്തം ഫീമെയിലാണ് ഈ ഒരു ഭാഗത്ത്. ആ നെറ്റിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് മെയിലാണ്. അത് ബ്രീഡേ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഗോറാമിയും ഉണ്ട്, ഗോൾഡ് ഫിഷും ഉണ്ട്, അതേപോലെ തന്നെ കോയ് ഫിഷും ഉണ്ട്. ഈ മൂന്നിനും ഒന്നിച്ചാണ് ഇട്ടേക്കണത്. യെല്ലോ കളർ അത് മുട്ടയിടാറായതാണ്. ഇവിടെയുള്ള മൊത്തം തിലാപ്പിയാണ്. ഇതൊക്കെ ഫീമെയിൽ തിലാപ്പിയാണ്. ബ്രീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കുന്നതാണിത്. ഇതിന് മെയിൽസ് ഇല്ല, മിക്സ്ഡ് അല്ല. അപ്പോൾ എല്ലാ ടാങ്കും സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കണത്. ഫോക്കസ് ചെയ്തെടുക്കുക. ഇതാണ് ഇവിടുത്തെ ഫിൽട്രേഷന്. ഇതിന്റെ ഏറ്റവും താഴെ ഗ്രാവൽസ് ആണ് വരിക. ഫിൽട്രേഷന്റെ ഭാഗമാണത്. ഇത് ബയോമീഡിയാണ് ഫിൽട്രേഷന്റെ. ഈ ടാപ്പിലൂടെയാണ് ഇവർ ഈ വേസ്റ്റ് ആയ ഫിൽറ്ററായ വെള്ളവും കാര്യങ്ങളും അതിന്റെ ഒക്കെ പുറത്തേക്ക് എടുക്കുന്നത് ഈ ഒരു പൈപ്പിലൂടെയാണ്. ഇതൊക്കെയാണ് വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണിത്. അക്വാപോണിക്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണിത്. മുന്നേ ഇവിടെ അക്വാപോണിക്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഈ തണുപ്പ് കാലത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഈ ടാങ്കുകൾക്ക് എല്ലാത്തിനും കൂടിയുള്ള എയർ പമ്പാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഒരിക്സിനും മാനിനും കൊടുക്കുന്ന പുല്ല്. പിന്നെ സൈഡിലും അതേപോലെ തന്നെ കൊടുക്കുന്ന അത് അക്വാറ്റിക് ആണ്, വേറെ ഒന്നുമില്ല. ഇതാണ് ഗൗറാമിയുടെയും പിന്നെ കോൺവിക് സിക്ലിഡിൻ്റെയും ടാങ്കാണിത്. ഇവരെല്ലാം ഇതിൻ്റെ അടിയിലോട്ടൊക്കെ പോയേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഫിൽട്രേഷനാണ് ആ കാണുന്നത് അവിടെ ഉള്ളത്, ഉണ്ടല്ലേ. ആ ടാങ്കിൻ്റെ ഫിൽട്രേഷനാണ് ഇവിടെ ഉള്ളത്. ഇത് കംപ്ലീറ്റ് അതിൻ്റെ ഫിൽട്രേഷനാണ്. ഇതിൻ്റെ മുകളിൽ മൊത്തം ഡക്ലീഡാണ്. ഇത് മൊത്തം കോഴികളാണ്. അതിൽ ഫാൻസി കോഴിയുണ്ട്, നമ്മുടെ നാടൻ കോഴിയുണ്ട്, പിന്നെ ഇറച്ചിക്കോഴിയുണ്ട്, താറാവുണ്ട്. ഇതേട്ടല്ലേ ആഫ്രിക്കൻ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ബലൂൺ മോളിയാണ്. സാധാരണ എല്ലാ അക്വേറിയം ഷോപ്പിലും കാണുന്ന മീനാണ്. ഇതും ഇതേപോലെ തന്നെ ബ്രീഡിംഗ് ആണ്. അതിൻ്റെ കിഡ്സ് ആണ് ആ ഭാഗത്തായിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഷോർട്ട് ടെയിൽ ഉണ്ട് ഇവിടെ. ഈ ഒരു ടാങ്ക് മൊത്തം പ്ലാറ്റീസ് ആണ്. മിക്കി മൗസ് പ്ലാറ്റീസ് എന്നാണ് അതിൻ്റെ പേര്. അതിന് കാരണം വെച്ചാൽ ഇതിൻ്റെ വാലിൽ ഒരു മിക്കി മൗസിൻ്റെ തലയുടെ രൂപം വരും. പിന്നെ അതിൻ്റെ കുട്ടികളാണ്. ഇതും ബ്രീഡിംഗ് ടാങ്കാണ്. അതേപോലെ തന്നെ ഇതും ബ്രീഡിംഗ് ടാങ്കാണ്.
ഇതും ബ്രീഡിംഗ് ടാങ്കാണ്. ഇവിടെ ഉള്ളത് മോളീസാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ട്, കുട്ടികളെ കാണാൻ പറ്റും നമുക്ക്. ഇതിൽ കിഡ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. പാരൻസും കിഡ്സും ഒന്നാണ്. ഇത് ഡെയിലി 2 നേരം വെച്ചിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും, കിഡ്സിനെ ക്ലിയർ ആക്കി കൊണ്ടേയിരിക്കും. അൽബൈനോ മോളീസാണിത്. അതിൻ്റെ കുട്ടികളാണ് ഇവിടെ കാണുന്നത്. ഇതിപ്പം ഇതിന് ഇതേപോലെ ക്ലിയർ ആക്കും. മോളീസ് വെച്ചാൽ മറ്റ് മീനുകളെ പോലല്ല, ഇത് പ്രസവിക്കുന്ന ഒരു ടൈപ്പിൽ പെടുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ ഫിഷ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് ആട് അതുപോലെയുള്ള ഐറ്റംസ് ആണ്. ഇതിപ്പോൾ മൊത്തം ഫീമെയിൽസിൻ്റെ സെക്ഷനാണ് ഇവിടെ ഉള്ളത്. അതിൽ എന്താ എൻ്റെ പള്ളി. ഇത് കാണുന്ന മൊത്തം ഇറാനിൽ നിന്നുള്ള ആടുകളാണ്. ഇതിൽ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. ഇതും ബ്രീഡിംഗ് ആണ് ഉദ്ദേശം. മൊത്തം യൂറോപ്പിൽ നിന്നുള്ളതാണ്. ഈ സൈഡിൽ കാണുന്നത് എന്തോ സുഖമില്ലാത്തതുകൊണ്ട് മാറ്റി വെച്ചേക്കണ. ഇത് നമ്മളുടെ മാനുകളുടെ സെക്ഷനിൽ വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഫസ്റ്റ് കാണുന്നത് നീൽഗായാണ്. ഇത് നമ്മുടെ ഗുജറാത്ത് ഗിർ ഫോറസ്റ്റിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇത് മെയിലാണ്. അതിൻ്റെ ബാക്കിൽ കാണുന്നതൊക്കെ ബാക്കി എല്ലാവരും ഫീമെയിൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കുട്ടികളെയാണ് ഇവിടെ കാണാൻ പറ്റുക. അതേപോലെ തന്നെ തൊട്ടടുത്ത് ഇവിടെയുള്ളത് മെയിൽ തന്നെയാണ്. ഇതും മെയിൽ തന്നെയാണ്. ആശാനകത്തുള്ളത്. ഇതാണ് നമ്മളുടെ ഖത്തറിലെ നാഷണൽ ആനിമൽ ഒറിക്സ്. സാധാ മാൻ ഇനത്തിൽ പെടുന്ന തന്നെയാണ്. പക്ഷേ വൈറ്റ് കളറാണ്. ഇവിടുത്തെ ഡെസേർട്ടിലൊക്കെ കാണുന്ന കാട്ടിലൊക്കെ. ഇത് ഖത്തർ ഏഷ്യൻ ഗെയിംസ് 2006 മാസ്കറ്റായിരുന്നു. ഒറി എന്നായിരുന്നു ആ ടൈമിൽ ഇതിൻ്റെ പേര്. ഏതാണ്ട് 5-6 ഇവിടെ കാണും. 5-6 ഒറിക്സ് ഇവിടെ ഉണ്ട്. ഇത് അത്യാവശ്യം അഗ്രസീവ് ഒക്കെയാണ്. അതുകൊണ്ടാണ് ഇതിനെ സെപ്പറേറ്റ് ആയ കൂടുകളിലേക്ക് വെച്ചേക്കണത്. അടിക്കട ഈ പുള്ളിക്കാരൻ അത്യാവശ്യം അഗ്രസീവാണ്. വർണ്ണം കിട്ടി, പക്ഷെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കൂട്ടത്തിൽ ഏറ്റവും അഗ്രസീവായ ആളാണിത്. ഇതൊരു ദിവസം വരേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സൺസെറ്റ് കാഴ്ചകൾ കേട്ടോ. കണ്ടില്ലേ, എല്ലാ മരങ്ങളിലും ഇപ്പം കിളികളും മറ്റും എന്താ പറയുക വന്ന് കൂട്ടിലേക്ക് തിരിച്ച് കയറിയ ടൈമാണിത്. ഇത് റിസോർട്ടല്ല കേട്ടോ. ഇത് റിസോർട്ടല്ല, ഒരു പ്രൈവറ്റ് ഫാമാണ്. അപ്പോൾ ഇതിൻ്റെ ഓണർ ഖത്തറിക്ക് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അക്വേറിയം ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള എന്താ പറയുക സപ്ലൈസാണ് മെയിനായിട്ട് ഇവിടുന്ന് പോകുന്നത്. ഏതാണ്ട് 6-7 ഔട്ട്ലെറ്റ്സ് അദ്ദേഹത്തിനുണ്ട്. അപ്പം കംപ്ലീറ്റ് സാധനം ഇവിടെ ഉണ്ട്.
ഇതാണ് ഇപ്പം സൺസെറ്റ് കാഴ്ചകൾ. ഇപ്പം സൂര്യൻ അസ്തമിച്ച് തുടങ്ങുന്നേ ഉള്ളൂ, ഏതാണ്ട് 6 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ കാഴ്ചയാണിത്. ഇതാണ് നമ്മളുടെ അജിത് ബ്രോ, എറണാകുളംകാരനാണ്. എറണാകുളത്ത് എവിടെയായിരുന്നു? പെരുമ്പാവൂരുകാരനാണ്. ഇദ്ദേഹമാണ് നമ്മളിവിടത്തേക്ക് ക്ഷണിച്ചതും ഈ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നതെല്ലാം ഇദ്ദേഹമാണ്.